നമ്മുടെ പ്രിയങ്കരനായ എഴുത്തുകാരൻ MT വാസുദേവൻ നായർ ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന് 92 വയസ്സുണ്ടാകുമായിരുന്നു. കുറേയേറെ കാലം അദ്ദേഹം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപരായിരുന്നു. എന്നിട്ടും MTയുടെ 6-7 കഥകൾ മാത്രമാണ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചത്. നിങ്ങൾക്കറിയാം, ഒരു കാലത്ത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ കഥ പ്രസിദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു എഴുത്തുകാരൻ എന്നുള്ള നില അംഗീകാരമായിരുന്നു. അത് ഏറ്റവും സാഹിത്യത്തിലെ ഏതാണ്ട് ഒരു അവസാന വാക്ക് പോലെയായിരുന്നു അന്ന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്, MTയുടെ കാലത്ത് പ്രത്യേകിച്ചും. അപ്പോൾ ഒരിക്കൽ ഈ അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ മറ്റ് പ്രസിദ്ധീകരണങ്ങൾ വരുന്നത് കണ്ടപ്പോൾ NB ഹാഫീസ് മുഹമ്മദ്, എഴുത്തുകാരനാണ്, അതോടൊപ്പം കോളേജ് അധ്യാപകനായിരുന്നു, പ്രശസ്തനായ MTയുടെ ആത്മമിത്രം കൂടിയായിരുന്ന NB മുഹമ്മദിൻ്റെ മകനാണ് ഈ ഹാഫീസ് മുഹമ്മദ്. എനിക്കൊക്കെ പരിചയമുള്ള ഒരാൾ തന്നെയാണ് അദ്ദേഹം. ഹാഫീസ് മുഹമ്മദാണ് MTയോട് ചോദിച്ചത്, എന്താണ് അങ്ങയുടെ കഥകൾ മറ്റ് പ്രസിദ്ധീകരണങ്ങൾ വരുന്നത്? അങ്ങ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപരായിരിക്കുമ്പോൾ, സാധാരണഗതിയിൽ ഈ അദ്ദേഹം അവിടെ പത്രാധിപരായിരിക്കുമ്പോൾ അവിടെ തന്നെയാണല്ലോ ഇതൊക്കെ വെളിച്ചം കാണേണ്ടത്. MT ഒന്ന് ആലോചിച്ചിട്ട് അതിന് മറുപടി പറഞ്ഞ ഇതാണ്: ഞാൻ തൊഴിലെടുക്കുന്ന പ്രസിദ്ധീകരണത്തിൽ എൻ്റെ രചനകൾ നൽകുന്നത് ശരിയല്ല എന്നൊരു ബോധം എനിക്കുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. എൻ്റെ കഥ തിരഞ്ഞെടുത്ത് മേലധികാരികൾ അറിയാതെ പ്രസിദ്ധീകരിക്കുന്നത് ഉചിതമല്ല എന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് കഥകൾ ഞാൻ വേറെ പ്രസിദ്ധീകരണങ്ങളിൽ കൊടുത്തത്. നമ്പൂതിരിയുടെയും ASൻ്റെയും ചിത്രങ്ങളുടെ പേജുകൾ ഒരുക്കുന്നത് കാണുന്ന തനിക്ക് തൻ്റെ കഥകൾ അങ്ങനെ പ്രസിദ്ധീകരിക്കുന്നത് കാണാൻ പറ്റിയില്ല എന്നാണ് വ്യക്തിപരമായ നഷ്ടമായി MT പറഞ്ഞത്. അതാണ് MTയുടെ ഔചിത്യബോധം എന്ന് പറയുന്നത്. അത് വളരെ അപൂർവം ചിലരിൽ മാത്രം ഇന്ന് കാണുന്ന ഒരു നല്ല ഗുണമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഏതെങ്കിലും ഒരു കസേര കിട്ടിക്കഴിഞ്ഞാൽ ആ കസേര വെച്ചിട്ട് എന്തെല്ലാം കാട്ടിക്കൂട്ടാം അതെല്ലാം കാട്ടിക്കൂട്ടുന്നവരാണ് പൊതുവെയുള്ള മലയാളി പ്രകൃതം എന്ന് പറയുന്നത്. MT കാണിച്ചത് കൃത്യം നിശ്ചിതമായ ഔചിത്യമാണ്. തൻ്റെ കഥ താൻ തന്നെ തിരഞ്ഞെടുത്ത് തൻ്റെ സ്ഥാപനത്തിലെ പ്രസിദ്ധീകരണത്തിൽ തന്നെ പ്രസിദ്ധീകരിച്ച് താൻ തന്നെ അതിനെക്കുറിച്ചുള്ള കുറിപ്പുകൾ പബ്ലിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഔചിത്യരാഹിത്യം, ഒരു ഔചിത്യമില്ലായ്മ MTക്ക് ബോധ്യപ്പെട്ടിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അറിവുള്ളവർക്ക് ഔചിത്യബോധം ഉണ്ടാകണമെന്നില്ല. അതൊരു വ്യക്തിപരമായ ഗുണമാണ്. അറിവല്ല ഇതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. സമൂഹത്തിൽ സന്ദർഭങ്ങളും സാഹചര്യങ്ങൾക്കും മനസ്സിലാക്കി നാം പ്രവർത്തിക്കണം. അല്ലെങ്കിൽ നമ്മൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ അവമതിപ്പിന് കാരണക്കാരാകും എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. അപ്പോൾ ശരിക്കും വിവേകം എന്ന് പറയുന്നൊരു സാധനം, പ്രാക്ടിക്കൽ വിവേകം എന്ന് പറയുന്നത് മനുഷ്യൻ വളർത്തിയെടുക്കേണ്ട ഒരു സ്വഭാവമാണ്. അതുണ്ടായിരുന്ന ഒരാളായിരുന്നു MT വാസുദേവൻ നായർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കഥകൾ മറ്റു പ്രസിദ്ധീകരണങ്ങളിൽ സ്ഥാനം പിടിച്ചു.